ഫോൺ ചോർത്തൽ വിവാദത്തിൽ PV അൻവറിനെതിരെ ഹൈക്കോടതി. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നിപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വിവരം? സ്മിത, അതിരൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് PV അൻവറിന് കേൾക്കേണ്ടി വന്നത്. പ്രത്യേകിച്ച് ഫോൺ ചോർത്തൽ വിവാദവുമായി ബന്ധപ്പെട്ടാണ് പരാമർശങ്ങൾ ഉണ്ടായത്. നേരത്തെ PV അൻവർ IPS ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയതുമായി ബന്ധപ്പെട്ടൊരു പരാതി പോലീസിന് നൽകുകയും പിന്നീട് പോലീസ് ആ പരാതി അന്വേഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ ആ കേസ് എങ്ങും എത്തിയിരുന്നില്ല. ഇതിന്മേലാണ് ഈ വിഷയത്തിൽ CBI അന്വേഷണമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടൊരു പൊതുതാൽപര്യ ഹർജി കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. ആ ഘട്ടത്തിലാണ് കോടതി പോലീസിനോട് അല്ലെങ്കിൽ സർക്കാരിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എവിടെ എത്തി എന്ന് ചോദിച്ചത്. സർക്കാർ അതിൽ വ്യക്തമാക്കിയത് കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താനായില്ല ഈ വിഷയത്തിൽ എന്ന് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു എന്നാണ്. അപ്പോഴാണ് കോടതി PV അൻവറിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഏത് ഘട്ടത്തിലാണ് ഇത്തരത്തിൽ IPS ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്താൻ PV അൻവറിന് അധികാരമുള്ളത്? അൻവർ ഒരു സമാന്തര ഭരണമായി പ്രവർത്തിക്കുകയാണോ എന്ന രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. തെളിവുകൾ കണ്ടെത്തേണ്ടത് സർക്കാരിനോട്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ കണ്ടെത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമല്ലേ എന്ന് കോടതി സർക്കാരിനോടും ചോദിച്ചു. ഫോൺ ചോർത്തലിനെതിരായ ഹർജിക്കാരുടെ പരാതിയിന്മേൽ അത് കാര്യമായി തന്നെ പരിഗണിക്കണം എന്നാണ് നിലവിൽ കോടതി DGPക്ക് നിർദ്ദേശം നൽകിയത്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ പരാതിയിന്മേൽ ഗൗരവകരമായ ഒരു അന്വേഷണത്തിനുള്ള സാധ്യത നിലവിലുണ്ട്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചത്. സ്മിത, ഈ വിഷയം വലിയ വിവാദമായതാണ്. പല കാര്യങ്ങളും അതിനുശേഷം PV അൻവർ പുറത്തുവിടുകയുണ്ടായി. അതിനുശേഷമാണ് ഈ ഫോൺ ചോർത്തി എന്ന വെളിപ്പെടുത്തൽ. അത് PV അൻവറിന് തന്നെ വിനയായി മാറിയത്. അത്തരത്തിൽ ഫോൺ ചോർത്താൻ പാടില്ല, അത് നിയമപരമായി തന്നെ വലിയൊരു ഗുരുതരമായ പിഴവാണ്. ആ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം വേണം എന്നുള്ള രീതിയിൽ വന്നത്. പക്ഷേ ഹൈക്കോടതിയുടെ ഇപ്പോഴൊരു ഇടപെടൽ, അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടി ഉണ്ടായി, അതെവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള ചോദ്യം വരുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ അതിന് മറുപടി പറയേണ്ടി വരും. വിഷ്ണു, ആസ്മിത, തീർച്ചയായും സർക്കാർ അതിന് മറുപടി പറയേണ്ടി വരും. കാരണം ഒരു സ്വകാര്യ പരാതിയായാണ് ഈ വിഷയത്തിൽ അൻവറിനെതിരെ സ്വകാര്യ വ്യക്തിയാണ് പരാതി നൽകിയത്. ആ പരാതിയിന്മേലുള്ള അന്വേഷണം എങ്ങും എത്തിയില്ല. കാര്യമായ തെളിവ് അൻവറിനെതിരെ ഈ വിഷയത്തിൽ കണ്ടെത്താനായില്ല എന്നൊരു സ്വാഭാവിക മറുപടിയാണ് സർക്കാർ കോടതിയെ സമർപ്പിച്ചത്. ഒരുപക്ഷെ ഈ മറുപടി തന്നെയായിരിക്കും കോടതിയെ ചൊടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിന് തെളിവ് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പോലീസിനല്ലേ, സർക്കാരിനല്ലേ എന്ന ചോദ്യം കോടതി ഉന്നയിച്ചു. ഇതിന് പിന്നാലെയാണ് PV അൻവറിനെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചത്. IPS ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ഫോൺ കോളുകൾ ചോർത്താൻ വേണ്ടി ആരാണ് PV അൻവറിന് അധികാരം നൽകിയത്? അൻവർ ഒരു സമാന്തര ഭരണമായി പ്രവർത്തിക്കുകയാണോ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. ആ അൻവർ ഈ ഫോൺ കോൾ ചോർത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ ഉണ്ടാകുകയും ഒരുപക്ഷെ അൻവറിന്റെ രാജിയിലേക്കടക്കം, അൻവർ സർക്കാരിനെതിരെ അടക്കം തിരിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം പോലും തുടങ്ങുന്നത് ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ടാണ്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത് ആ ഫോൺ ചോർത്തലാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കോടതിയുടെ ഈ നിരീക്ഷണം ഏറെ ശ്രദ്ധേയമാകുന്നതും ഇനി സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ ഏറെ പ്രധാനപ്പെട്ടതാകുകയും സർക്കാർ ഒരുപക്ഷെ നിലവിൽ ഈ അന്വേഷണം അവസാനിപ്പിച്ചു എന്ന് പറയുന്നതിന് പകരം തുടർ അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് ഈ വിഷയത്തിൽ ഉള്ളത്. കോടതി അത്രയും രൂക്ഷമായാണ് അൻവറിനെ ഈ വിഷയത്തിൽ വിമർശിച്ചിട്ടുള്ളത്. ഇത് അതീവ ഗൗരവകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ജനപ്രതിനിധിയായിരുന്ന ഒരാൾ ഒരു IPS ഉദ്യോഗസ്ഥന്റെ ഫോൺ ചോർത്തി എന്ന് പറയുമ്പോൾ അത് ഗൗരവ സ്വഭാവമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന നിലപാട് കോടതിക്കുണ്ട്. അതിന്മേൽ ഇനി സർക്കാർ കൃത്യമായ അന്വേഷണം നടത്തും. ഈ കോടതിയുടെ നിരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്മിത.